ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ്സ് ഫസ്റ്റ് മുതൽ പറയാം അല്ലെ. ഫ്ലൂയിഡ്സിന്റെ ഫസ്റ്റ് മുതൽ പറയാം. അപ്പൊ ഫ്ലൂയിഡ്സിന്റെ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഫ്ലൂയിഡ്സിൽ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 3 ഭാഗങ്ങളാണ് ഫ്ലൂയിഡ്സിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഫ്ലൂയിഡ്സ് റെസ്റ്റിലാവുന്ന കേസ്. ഫ്ലൂയിഡ്സ് റെസ്റ്റിലാവുന്ന കേസാണ് ആദ്യം പഠിക്കാനുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു അല്ലെ. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ്സ് പ്ലസ് ഗ്യാസസ്. ലിക്വിഡ്സും ഗ്യാസസിനും കൂടിയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മുടെ റെസ്റ്റിലുള്ള കേസ്, ഫ്ലൂയിഡ്സ് റെസ്റ്റ് ആവുന്ന കാര്യം പറയും. രണ്ടാമത് ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുന്ന കാര്യം പറയും. മൂന്നാമതായിട്ട് ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ് പറയും. ഇപ്പൊ റെസ്റ്റിലാവുന്ന കേസിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം എന്താണ്? നമ്മൾ ആദ്യം പഠിക്കേണ്ടത് P is equal to P0 plus H-ρg. P is equal to P0 plus H-ρg. എന്താ P is equal to P0 plus H-ρg എന്ന് പറഞ്ഞാല്? P is equal to P0 plus H-ρg എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെയുള്ള പ്രഷർ is equal to മുകളിലുള്ള പ്രഷർ പ്ലസ് H-ρg. അതായത് ഞാൻ ഇങ്ങനെ ഉണ്ട്, എന്റെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്, ബക്കറ്റിൽ മൊത്തം എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അപ്പൊ മുകളിലുള്ള ഈ പ്രഷർ ആണ് ആര്? P0. താഴെയുള്ള പ്രഷർ എത്രയാണ്? P. ഇത് ഈ 2 പോയിന്റ് ഇടയിലുള്ള ഹൈറ്റ് ആണ് എത്ര? H. ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എത്രയാണ്? റോ ആണ് ഡെൻസിറ്റി അല്ലെ. ഡെൻസിറ്റി എന്താണ്? റോ. അപ്പൊ നമ്മൾ എന്ത് പറയും? താഴെയുള്ള പ്രഷർ P is equal to P0 plus H-ρg. ഓർമ്മ ഉണ്ടോ? ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണ്? പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? നമ്മളൊരു ലൈന് വരച്ചു കഴിഞ്ഞാല് ആ ലൈനിലുള്ള എല്ലാ പ്രഷറും എന്താണ്? സെയിം ആണ്. ആ ലൈനിലുള്ള എല്ലാ പ്രഷറും സെയിം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഒരു യൂട്യൂബ്, ഇതൊരു യൂട്യൂബ് ആണ് അല്ലെ. ഇങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ട്. അപ്പൊ ഈ യൂട്യൂബിന്റെ ഉള്ളിൽ ആരുണ്ട്? വാട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൂയിഡോ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ആരുണ്ട്? വാട്ടറോ ഫ്ലൂയിഡോ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയും, നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടെയുള്ള പ്രഷർ തന്നെയാണ് ഇവിടെയുള്ളതും പ്രഷർ, സെയിം പ്രഷർ ആണ് ഉണ്ടാവുക. മനസ്സിലായോ? കാരണം ഇത് സെയിം ലെവലിലാണ് ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് എന്ത്? പാസ്കൽസ് ലോ. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ. പാസ്കൽസ് ലോ നമുക്ക് മനസ്സിലായ കാര്യം അതാണ് ആര്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ? ഷെയ്ഖ ഓർമ്മ ഉണ്ടോ? പറഞ്ഞോ. V1 is equal to root of 2GH plus 2P. അല്ല, അത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ചോദിച്ചത്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മോളെ? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ വെയിറ്റ് പൊക്കാനുള്ള, കാറ് പൊക്കാനുള്ള സംഭവം. ഇത് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ വരച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയും, നമ്മളൊരു ലൈൻ നേരെ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് പറയും ഇവിടെയുള്ള പ്രഷർ തന്നെയാണ് ഇവിടെയുള്ള പ്രഷർ, 2 പോയിന്റും സെയിം ലെവലിലാണുള്ളത്, അതുകൊണ്ട് അവിടെയുള്ള പ്രഷർ എന്താണ്? സെയിം ആണെന്ന് പറയും. ഓർമ്മ ഉണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F1 ഉം ഇവിടെ കൊടുക്കുന്ന ഏരിയ A1 ആണെങ്കിൽ, ഇവിടെ കൊടുക്കുന്ന ഏരിയ A2 ഉം ഇവിടെയുള്ള ഫോഴ്സ് F2 ആണെങ്കിൽ നമ്മൾ പറയും P1 is equal to P2. ഇവിടെയുള്ള പ്രഷർ is equal to ഇവിടെയുള്ള പ്രഷർ, 2 പ്രഷറും ഈക്വൽ ആണ്. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? F1 by A1. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ മോളെ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ F1 by A1 is equal to F2 by A2. അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ. F1 by A1 is equal to F2 by A2. F1 by A1 is equal to F2 by A2. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ റെസ്റ്റിലുള്ള കാര്യം നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. റെസ്റ്റിലുള്ളത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് പഠിച്ചിട്ട് പോകുള്ളൂ കേട്ടോ. ഇത് പഠിച്ചിട്ട് പോകട്ടോ, നമുക്ക് അവസാനം പഠിക്കാം. ഇപ്പൊ പേടിക്കണ്ട, ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ ഫ്ലൂയിഡ് മൂവ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് 2 പ്രധാന ഇക്വേഷനാണ് ഉള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ആര്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്? A1 V1 is equal to A2 V2. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഏരിയ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കുറയും. ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി.
ഏരിയ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കുറയും, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. ഹലോ ഹലോ ഷെയ്ഖ, A1 V1 is equal to A2 V2. ക്ലിയർ ആണോ അത്? ഓക്കെ. രണ്ടാമത്തെ ഇക്വേഷൻ ബെർണോളിസ് ഇക്വേഷൻ പറഞ്ഞ മോള്. എന്താ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്? ഓർമ്മ ഉണ്ടോ? V1 is equal to അതല്ലേ? അല്ല, അത് വേറാണ് കേട്ടോ. ബെർണോളിസ് ഇക്വേഷന് ഓർമ്മ ഉണ്ടോ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞു കേട്ടോ. എന്താ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്? ബെർണോളിസ് ഇക്വേഷൻ എന്താ പറയുന്നത്? പറഞ്ഞോ. അതല്ലേ, V1 is equal to root of 2gh plus. അത് സ്പീഡ് ഓഫ് എഫ്ലക്സ്. അത് സ്പീഡ് ഓഫ് എഫ്ലക്സ് ആട്ടോ. ബെർണോളിസ് ഇക്വേഷൻ എന്താ പറയുന്നത്? ബെർണോളിസ് ഇക്വേഷൻ നമ്മുടെ ഹോസുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുക അല്ലെ. ഹോസ് നമ്മളിങ്ങനെ ചിത്രം വരച്ച് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഈ ഹോസൊക്കെ വരച്ചത് കണ്ടോ? ഹോസ് വരച്ചുണ്ടോ? ഈ ഹോസിൽ കൂടെ വാട്ടർ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും ഇവിടെയുള്ള ബെർണോളിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ബെർണോളിസ് ഇക്വേഷൻ. എന്താ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്? നമ്മൾ എന്താക്കാം, 3 കാര്യം നോക്കിയാൽ മതി. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ. അത് 3ഉം ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ എമ്മിന് പകരം ആര് കൊടുക്കാം? ഡെൻസിറ്റി ആയിട്ടുള്ള റോ കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇവിടെ നോക്കിക്കേ, ഈ ബെർണോളിസ് ഇക്വേഷൻ എന്താന്ന് പറയും. നമ്മുടെ ആദ്യം എന്ത് ചെയ്യാം, പ്രഷർ പ്ലസ് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? mgh അല്ലെ. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഹൈറ്റ് h എത്രയാണ്? mgh. അപ്പൊ നമ്മൾ എന്താക്കും, എം കട്ടിയിലല്ലാതെ ഇതും ചെറുതായിട്ട് ചെയ്തും GH പ്ലസ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? mv/2. mv²/2. അപ്പൊ ഞാനിവിടെ m എഴുതി, v²/2 എന്ന് എഴുതി. എന്നിട്ട് ഞാൻ എന്താക്കാണ്, എമ്മിന് പകരം എന്താക്കാം, റോ ആക്കാം അഥവാ ഡെൻസിറ്റി ആക്കാം. എമ്മിന് പകരം ഇവിടെ റോ ആക്കാം അഥവാ ഡെൻസിറ്റി ആക്കാം. ഇതാണ് എന്ത് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. ഇതേപോലെ ഒരു കാര്യം കൂടി എഴുതാം. ഏതാണത്? P പ്ലസ് അതേപോലെ mgh പ്ലസ് mv²/2 എന്ന് എഴുതാം. എമ്മിന് പകരം ആരാക്കാം? റോ ആക്കാം. മേലെയുള്ള ആൾക്ക് 1 ഇട്ടെടുക്കാം, താഴെയുള്ള ആൾക്ക് 2 ഇട്ടെടുക്കാം. മേലെയുള്ള ലാസ്റ്റത്തെ ആളാരാണ്? Hന് 1 ഇട്ടെടുക്കാം, താഴെയുള്ള ലാസ്റ്റത്തെ ആൾക്ക് 2 ഇട്ടെടുക്കാം. മേലെ ലാസ്റ്റത്തെ ആള് 1, താഴെ ലാസ്റ്റത്തെ ആള് 2. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. ബെർണോളിസ് ഇക്വേഷനിൽ പിന്നെ പറയുന്നത് എന്താണ്? ബെർണോളിസ് ഇക്വേഷനിൽ പിന്നെ പറയുന്നത് വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അഥവാ വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നില്ലേ? നമ്മൾ എന്താ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിന്റെ ഇവിടെയുള്ള ഏരിയ കൂടുതലും ഇവിടെയുള്ള ഏരിയ എന്താണ്? കുറവാണ് അല്ലെ. ഇങ്ങനെ പോകുന്ന പൈപ്പിൽ ഇവിടെ ഏരിയ കുറവും ഇവിടെ ഏരിയ കൂടുതലുമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു പൈപ്പ് വെക്കാണ്, ഇവിടെ മേലോട്ടൊരു പൈപ്പ് വെക്കാണ്, ഇവിടെയും അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, മുകളിലോട്ടൊരു പൈപ്പ് കണക്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് പോകുന്നത് ഏത് പൈപ്പാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് വരാം? അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ? പ്രഷർ കൂടുന്നിടത്ത് മേലോട്ട് പോലെ. പ്രഷർ കൂടുന്നതായിരിക്കും സ്ഥലത്തായിരിക്കും മേലോട്ട് പോവുക. അപ്പൊ അതിൽ ഏതിലാണ് പ്രഷർ കൂടാൻ നോക്കാലോ നമുക്ക്. ഇവിടെ ഇതിലാണ് ഏരിയ കൂടുതൽ? ഫസ്റ്റത്തെ ആണോ രണ്ടാമത്താണോ? ഫസ്റ്റത്തെ ഏരിയ കൂടുതലാണ്. ഏരിയ കൂടിയ വെലോസിറ്റി എന്ത് സംഭവിക്കും? കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ എന്താവും? കൂടും. അപ്പൊ ഇവിടെയാണ് മേലോട്ട് വരെ അല്ലെ. ഇതെന്താവും? പ്രഷർ ഇവിടെ കൂടുതലായതുകൊണ്ട് ഇത് കൂടുതൽ ഹൈറ്റിലേക്ക് കയറും. ഇത് പ്രഷർ കുറവാണ്, അപ്പൊ ഇത് ചെറിയ ഹൈറ്റിലേക്ക് കയറുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് ഇതില് ഇങ്ങനെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ ഏതാ എത്തവ? ഇവിടെയാണ് എത്തവ. ഏറ്റവും ഏരിയ കൂടുതൽ എവിടെയാണോ അവിടെ ആയിരിക്കും പ്രഷർ കൂടുക. അപ്പം മേലോട്ടൊക്കെ ആയിരിക്കും കയറുക. ഓക്കെ. അപ്പൊ അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് നീ നേരത്തെ പിന്നെയും പറഞ്ഞ നമ്മുടെ സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷൻ അല്ലെ. നമുക്ക് ഇക്വേഷൻ പറയാൻ കിട്ടുന്ന സമയത്ത് സ്പീഡ് ഓഫ് എഫ്ലക്സ്. അപ്പൊ എന്താണ് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൽ നമ്മൾ എന്താക്കാണ്, മൂടി വെച്ച ബക്കറ്റിന്റെ മേലെ നമ്മള് ഒരു ചെറിയ ഓട്ടയിടെയാണ്.
ഓട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ പുറത്തേക്ക് പോകുന്ന സ്പീഡ്, പുറത്തേക്ക് വാട്ടർ പോകുന്ന സ്പീഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA ഡിവൈഡഡ് ബൈ റോ. അപ്പൊ എന്താണ് നോക്കിക്കേ എന്താണ് സംഭവം? ഇതാണ് ആ ബക്കറ്റ്. ഇത് ബക്കറ്റ് ആണല്ലോ. ബക്കറ്റിൽ ഞാൻ എന്ത് ചെയ്തു? ചെറിയൊരു ഓട്ട ഇട്ടു. അപ്പം ഈ പോയിന്റ്, ഇതിന്റെ വാട്ടറിന്റെ ലെവലും ഓട്ടയുടെയും ഇടയിലുള്ള ഹൈറ്റ് ആണ് h. ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് പുറത്തേക്ക് പോകുന്ന സ്പീഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്പീഡ് ഓഫ് എഫ്ലക്സ്. അഥവാ സ്പീഡ് ഓഫ് എഫ്ലക്സ് ആയിട്ടുള്ള V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA ബൈ റോ. റൂട്ട് ഓഫ് 2gh പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA ബൈ റോ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അതാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞത്. ഇതാരാണ്? സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. സ്പീഡ് ഓഫ് എഫ്ലക്സ് രണ്ടാമതൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടോറിസെല്ലീസ് ലോ. ടോറിസെല്ലീസ് ലോ. അതായത് കണ്ടോ, ഇവിടെ ഞാൻ ഈ ബക്കറ്റ് ഇല്ലേനോ, ആ ബക്കറ്റിന്റെ മൂടി ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള P എന്താവും? ഇവിടെയുള്ള പ്രഷർ എന്താവും? P അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവും അല്ലെ? ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള അന്തരീക്ഷം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പിക്ക് പകരം PA എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആവും. അപ്പൊ V1 എന്താവും? റൂട്ട് ഓഫ് 2gh ആവും. അപ്പൊ ക്ലിയർ ആയോ? എന്നാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചേ പെട്ടെന്ന്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാലോ. P ഈസ് ഈക്വൽ എന്താണ്? P0 പ്ലസ് h rho g ആണ് അല്ലെ? ഞാൻ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ. നാലാമത്തെ ഒരു കാര്യം കൂടി പറയും. പേജ് മൊത്തം ഫുള്ളാക്കി കാണാം. നാലാമത്തെ ഒരു കാര്യം കൂടി പറയും. നാലാമത്തെ കാര്യം എന്താണ്? വെഞ്ചുറി മീറ്റർ. എന്തിനാ വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്? സ്പീഡ് ഓഫ് ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് പോകുന്ന സ്പീഡ് എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഞ്ചുറി മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? വെഞ്ചുറി മീറ്ററിന്റെ ഇക്വേഷൻ V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു a സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ സ്മോൾ a സ്ക്വയർഡ് മൈനസ് 1. അപ്പൊ ഞാൻ പറയാട്ടോ, എന്താ സംഭവം പറയാം. നോക്കിക്കോ, ഇതാണ് വെഞ്ചുറി മീറ്റർ. ഇതിനെയാണ് നമ്മൾ വെഞ്ചുറി മീറ്റർ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഏരിയ കൂടുതലുള്ള സ്ഥലത്ത് പ്രഷർ കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ ഇതിലിവിടെ ഏരിയ ഇവിടെയാണ് കൂടുതൽ അല്ലെ? അപ്പൊ ഏരിയ കൂടുതൽ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ പ്രഷർ കൂടി ഇവിടെയുള്ള ഫ്ലൂയിഡ് എന്താവും? താഴോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഷേഖ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ട് ഇവിടെയുള്ള പ്രഷർ കൂടുതലാ അല്ലെ? ഇവിടെ ഏരിയ കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് ഇതായിരിക്കും കൂടുതൽ താഴോട്ട് പോവാ. ഇവിടെ ഏരിയ കുറവാണ്, ആ ഏരിയ കുറവായതുകൊണ്ട് ഇത് കുറച്ച് താഴോട്ട് പോവുള്ളൂ. അപ്പൊ ഈ രണ്ട് പോയിന്റിന് ഇടയിലുള്ള ഹൈറ്റ് ആണ് എന്ത്? h. പിന്നെ നമ്മൾ ഇവിടെ ഒരു ലിക്വിഡ് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉപയോഗിക്കൂലേ? ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ് റോ എം. നമുക്ക് കാണേണ്ട ഒരു ഫ്ലൂയിഡിന്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ടാണല്ലോ വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്. ആ പോകുന്ന സ്പീഡ് V1, അഥവാ നമ്മൾ കാണാൻ പോകുന്ന സ്പീഡ് V1. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ എന്ന് പറയും. പിന്നെ ഇവിടെയുള്ള വലിയ ഏരിയ അത് ക്യാപിറ്റൽ എയും ഇവിടെയുള്ള ചെറിയ ഏരിയ സ്മോൾ എ എന്നും പറയും. അങ്ങനെ നമ്മൾ എന്തെന്ന് പറയും? V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ mgh ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു a സ്ക്വയർഡ് ബൈ a സ്ക്വയർഡ് മൈനസ് 1. താഴെയുള്ള a ചെറിയ എ, മേലെയുള്ള a വലിയ എ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാലോ. ആദ്യത്തെ കാര്യം എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? P ഈസ് ഈക്വൽ ടു P0 പ്ലസ് h rho g. താഴെയുള്ള പ്രഷർ ഈസ് ഈക്വൽ ടു മുകളിലുള്ള പ്രഷർ പ്ലസ് h rho g. പറഞ്ഞേ, താഴെയുള്ള പ്രഷർ ഈസ് ഈക്വൽ ടു മുകളിലുള്ള പ്രഷർ പ്ലസ് h rho g. പറഞ്ഞേ, താഴെയുള്ള പ്രഷർ മുകളിലുള്ള പ്രഷർ പ്ലസ് h rho g. ഓക്കെ, അപ്പൊ നമ്മൾ പറയും P ഈസ് ഈക്വൽ ടു P0 പ്ലസ് h rho g അല്ലെ? താഴെയുള്ള പ്രഷർ Pയും മുകളിലുള്ള പ്രഷർ P0യും അതിന്റെ ഇടയിലുള്ള ഹൈറ്റ് h ആണെങ്കിൽ നമ്മൾ പറയും P ഈസ് ഈക്വൽ ടു P0 പ്ലസ് h rho g. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്?
സെയിം ഹൈറ്റ് ആണെങ്കിൽ ആ പോയിന്റ് ആ ഹൈറ്റിലുള്ള എല്ലാ പോയിന്റിന്റെയും പ്രഷർ സെയിം ആണ്. സെയിം ഹൈറ്റിലാണെങ്കിൽ ആ പോയിന്റിലുള്ള എല്ലാ പ്രഷറും സെയിം ആണ്. അതായത് ഞാൻ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലുള്ള എല്ലാ പോയിന്റിന്റെയും പ്രഷർ എന്താണ്? സെയിം ആണ്. ആ പോയിന്റിലുള്ള എല്ലാ പ്രഷറും സെയിം ആണ്. ക്ലിയർ ആണോ? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഡയഗ്രാം അല്ലെ? ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രം. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെയുള്ള പ്രഷറും ഈക്വൽ ആണ്. കാരണം രണ്ടും സെയിം ഹൈറ്റിലാണ് അല്ലെ? നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ തന്നെയാണ് രണ്ട് പോയിന്റും വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? സെയിം പ്രഷറിലാണ്. അതുകൊണ്ട് നമ്മൾ പറയും F1/A1 ഈസ് ഈക്വൽ ടു F2/A2. F1/A1 ഈസ് ഈക്വൽ ടു F2/A2. ആ മൂന്നും പഠിച്ചോ? F1/A1 is equal to F2/A2. അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? അതെ, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ. പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാല് അത് എല്ലാ പോയിന്റിലുള്ള പ്രഷറും ഈക്വൽ ആണ്. ഓക്കെ. താഴത്തുള്ള പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? P is equal to P0 plus H rho G. ഓക്കെ. ഇനി ഫ്ലൂയിഡ് മൂവ് ചെയ്ത കാര്യം പറയാം കേട്ടോ. അപ്പൊ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ആദ്യം പഠിക്കുന്നത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്? A1V1 is equal to A2V2. A1V1 is equal to A2V2. A1V1 equals A2V2. ക്ലിയർ ആണോ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും, ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടിയാൽ ഏരിയ കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ ഏരിയ കൂടും. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ പറയാം. ഓക്കെ അല്ലേ? എന്നാ പറഞ്ഞ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞേ. A1V1 is equal to A2V2. ഏരിയ കൂടിയ വെലോസിറ്റി എന്താവും? കുറയും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോ. മൂവ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യം എന്താണ്? ബെർണോളിസ് ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാ ബെർണോളിസ് ഇക്വേഷൻ എളുപ്പത്തിൽ പഠിക്കാം? ബെർണോളിസ് ഇക്വേഷൻ പഠിക്കാൻ എളുപ്പം അല്ലെ? എന്താ പറയാൻ കാരണം? നോക്കിക്കേ, നമ്മൾ 3 കാര്യങ്ങളാണ് ആ ഇക്വേഷനിലുള്ളത്. അപ്പൊ ആ 3 കാര്യങ്ങൾ ആരൊക്കെയാണ്? നമുക്ക് ആദ്യം ഒരു പ്രഷർ എന്ന് പറഞ്ഞ ഒരാൾ, അത് മറക്കരുത്. പ്രഷർ എന്ന് പറഞ്ഞ ആൾ. രണ്ടാമത് നമുക്ക് എന്താക്കാം? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. മൂന്നാമതായിട്ട് കൈനറ്റിക് എനർജി എന്ന് പറയാം. എന്താ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷന്? പൊട്ടൻഷ്യൽ എനർജിന്റെ ഒരു മാസ്, ഒരു H ഹൈറ്റ് മുകളിലാണെങ്കിൽ ഈ ബോളിന്റെ മാസ് M ആണെങ്കിൽ നമ്മൾ പറയും ഈ മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh ആണെന്ന് പറയും. ഈ ഹൈറ്റ് H ആണെങ്കിൽ നമ്മൾ പറയും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആണെന്ന് പറയും. അപ്പൊ നമ്മൾ പറയും ഇവിടെ പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം നമ്മൾ ഇവിടെ mgh എന്ന് എഴുതാം. പ്ലസ് കൈനറ്റിക് എനർജി. ഈ ഒരു കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? v²/2. ഇതാണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രഷർ എന്ന് എഴുതാം. എമ്മിന് പകരം ആരാക്കാം? ഡെൻസിറ്റി ആക്കാം. ഡെൻസിറ്റി അഥവാ റോ ആക്കാം. gh എന്നിട്ട് പ്ലസ് എമ്മിന് പകരം റോ v²/2. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. എളുപ്പല്ലേ? പോയിന്റിലുള്ള ബെർണോളിസ് ഇക്വേഷൻ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബെർണോളിസ് ഇക്വേഷൻ എപ്പോഴും സെയിം ആണെന്നാ പറയുന്നത്. അപ്പൊ ഫ്ലൂയിഡ് ഒരു 2 പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ മുകളിൽ വേറൊരു പോയിന്റും ഉണ്ട്. അപ്പൊ ഈ പോയിന്റും ഈ പോയിന്റിൽ 1ഉം ഈ പോയിന്റ് 2 എന്ന് പറയാം. അപ്പൊ ഈ പോയിന്റിലുള്ള പ്രഷർ P1, ഈ പോയിന്റിലുള്ള പ്രഷർ P2, ഇതിൽ കൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി V1, ഇവിടെ എത്തുമ്പോൾ ഫ്ലൂയിഡ് പോകുന്ന വെലോസിറ്റി V2. ഓക്കെ. അതേപോലെ ഈ ഫ്ലൂയിഡ് ഇതിന്റെ മേലെയുള്ള ഹൈറ്റ് H1, ഇവിടെ താഴോട്ടുള്ള ഹൈറ്റ് H2. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മൾ അതേപോലെ ഇത് ഈക്വൽ ആയതുകൊണ്ട് വേറൊരു ഇക്വേഷനും കൂടി എഴുതും. ρgh പ്ലസ് ρv²/2. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ പ്രഷറിന് പകരം P1, ഇവിടെ P2. മേലത്തെ മേലത്തെ അവസാനത്തെ ആള്, അതാണ് ഹൈറ്റ്.
ഹൈറ്റിന് ഇവിടെ 1 ഇട്ട് കൊടുക്കാം, ഇവിടെ 2 ഇട്ട് കൊടുക്കാം. ഇവിടെ വെലോസിറ്റിക്ക് 1 ഇട്ട് കൊടുക്കാം, ഇവിടെ വെലോസിറ്റിക്ക് 2 ഇട്ട് കൊടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഇത് മറക്കും. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് ബെർണോളിസ് ഇക്വേഷൻ? P1 is നമ്പർ ഇടാൻ എനിക്ക് അറിയാലോ അല്ലെ? നമ്പർ ഇടൂലേ? നമ്പർ അവസാനത്തെ ആൾക്ക് 1 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി, പ്രഷർ പ്ലസ് റോ ജി എച്ച് പ്ലസ് റോ വി സ്ക്വയർഡ് ബൈ 2. നമ്പർ ഇട്ടാൽ മതി. ഓക്കെ, ഒന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? P plus H അല്ല സോറി P plus rho GH plus V square by 2. റോ വി സ്ക്വയർഡ് ബൈ 2. Rho V square by 2. ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. അതാണ് ആര് ബെർണോളിസ് ഇക്വേഷനെ. ബെർണോളിസ് ഇക്വേഷന്റെ എന്താണ് നമ്മൾ പറയുന്നത്? വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും, വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. ഓക്കെ ആണോ? അന്ന് ഇത് ഫസ്റ്റ് മുതൽ ഒന്ന് പറഞ്ഞത് എനിക്ക്. ഫസ്റ്റ് മുതൽ പറഞ്ഞത് താഴത്തെ പ്രഷർ P is equal to P0 plus H rho G. പിന്നെ പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്? സെയിം ഹൈറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ സെയിം ഹൈറ്റ് ആണെങ്കിൽ പ്രഷർ സെയിം ആണ്. ഓക്കെ, നമ്മൾ എന്ന് വെച്ചാൽ ഞാനിപ്പോ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം, അപ്പൊ ഇവിടെ ഉള്ള പ്രഷർ ഒക്കെ സെയിം ആണ്. അപ്പൊ ഇതിനൊരു ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് തന്നെ സെയിം ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ പറയും പ്രഷർ സെയിം ആണ്. ഓക്കെ ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയാ, പിന്നെ നമ്മൾ എന്താ പറയുക, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? F1 by A1 is equal to F2 by A2. ഓക്കെ, പിന്നെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ പഠിച്ചത്? A1 V1 is equal to A2 V2. ബെർണോളിസ് ഇക്വേഷൻ എന്താണ്? Bernoulli's equation P plus rho GH plus rho V square by 2. ഓക്കെ, പ്രഷർ കൂടിയ വെലോസിറ്റി എന്താവും? പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറയും. ഏരിയ കൂടിയ വെലോസിറ്റി എന്താവും? കൂടും. ഏരിയ കൂടിയ വെലോസിറ്റി എന്താവും? ഏരിയ കൂടിയാൽ വെലോസിറ്റി എന്താവും? വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി രണ്ട് കാര്യങ്ങൾ അല്ലെ? ഏതൊക്കെയാണ്? അത് സ്പീഡ് ഓഫ് എഫ്ലക്സ്. എന്താണ് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? V1 is equal to root of ഇക്വേഷൻ അല്ല, സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിലുള്ള ഫ്ലൂയിഡില് ഒരു ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്ന് പോണ നമ്മളെ ബാത്റൂമിലത്തെ ബക്കറ്റിന് ഒരു ഓട്ടം ഉണ്ടാക്കി കഴിഞ്ഞാല് ആ ഓട്ടയിൽ കൂടെ പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ വെലോസിറ്റി, അതാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഓക്കെ, അപ്പൊ സ്പീഡ് ഫസ്റ്റത്തെ കേസിന് ഫസ്റ്റത്തെ ഇക്വേഷൻ വലിയ ഇക്വേഷനാ. അതിൽ നമ്മൾ ബക്കറ്റ് മൂടി വെച്ചിരിക്കാം. ബക്കറ്റ് മൂടി വെച്ചിരിക്കുമ്പോൾ വലിയ ഇക്വേഷൻ കിട്ടും. അതെന്താണ്? റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. ഇനി ബക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ചെറുതായി. ബക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2GH എന്നായി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബക്കറ്റ് പൂട്ടിയ കാര്യം പഠിക്കാം. ഓക്കെ, ബക്കറ്റ് പൂട്ടുമ്പോൾ എന്താ ഇക്വേഷൻ? റൂട്ട് ഓഫ് 2GH. 2GH അവിടെ വെക്കട്ടെ, 2GH എളുപ്പമാണ് വിചാരിക്കാം. പ്ലസ് രണ്ടാമത്തെ ആളാണ് നമുക്ക് പ്രശ്നം അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ ആളെ നോക്കിക്കേ, 2 ഇൻറ്റു P മൈനസ് PA/ρ. അതൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കിക്കേ. മൊത്തത്തില് V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. ഈ പറയണ്ടോ? സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA/ρ.
Speed of efflux is equal to root of 2gh plus 2 into P minus Pa by rho. Speed of efflux is equal to root of 2gh plus 2 into P minus Pa by rho. കിട്ടിയോ? ഓക്കെ, എന്ന് പറഞ്ഞു നോക്കിയേ. V1 is equal to root of 2g. സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പഠിച്ചോ, കാരണം V1 എന്ന് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് കൺഫ്യൂഷൻ ആവും, ഏതിന്റെ ആയിരുന്നു മനസ്സിലാവില്ല. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു. Speed of efflux is equal to EFF LUX എഫ്ലക്സ്. നമ്മളെ ഫ്ലക്സ് എന്ന് പറയില്ലേ, ഫ്ലക്സ് അടിച്ചെന്ന് പറയില്ലേ, അതേ ഫ്ലക്സ്. പറഞ്ഞു. Speed of efflux is equal to root of 2gh plus 2 into P minus P2 PA by rho. Clear ആയി. Speed of efflux is equal to root of 2gh plus 2 into P minus Pa by rho. ഇനി ഇത് സിമ്പിൾ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? അപ്പോ ഇതെന്താണ്? റൂട്ട് ഓഫ് 2gh ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടോറി-സെല്ലീസ് ലോ. ടോറി-സെല്ലീസ് ലോ. തൂയാലീസ് ലോ എന്ന് പറയില്ല നമ്മള്, അതന്നെ ടോറി-സെല്ലീസ് ലോ. ഓക്കെ ഓക്കെ. നമ്മൾ എന്തൊക്കെ പഠിച്ച്? ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ച്, ബെർണോളിസ് ഇക്വേഷൻ പഠിച്ച്, സ്പീഡ് ഓഫ് എഫ്ലക്സ് പഠിച്ച്. സ്പീഡ് ഓഫ് എഫ്ലക്സിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, ഒന്ന് ബക്കറ്റ് പൂട്ടി കഴിഞ്ഞിട്ടും രണ്ട് ബക്കറ്റ് തുറന്നു കഴിഞ്ഞിട്ടും. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വെഞ്ചുറിമീറ്റർ അല്ലെ, വെഞ്ചുറിമീറ്റർ നോക്കാം. എന്താ വെഞ്ചുറിമീറ്റർ മോളെ പറയുന്നത്? വെഞ്ചുറിമീറ്റർ ഇതാണ് വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ, ഈ ഫ്ലൂയിഡിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഫ്ലൂയിഡിന്റെ സ്പീഡ് വെഞ്ചുറിമീറ്ററിൽ പോകുന്ന സ്പീഡ് എന്താണ്? വെഞ്ചുറിമീറ്റർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം. എന്താ റോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യൂട്യൂബിലുള്ള ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ് റോ എം. അപ്പൊ റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ. ഈ റോ എന്താണ്? ഈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ് റോ, മൾട്ടിപ്ലൈഡ് ബൈ എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ്. ഈ ക്യാപിറ്റൽ എ എന്താണ്? ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വലിയ ഏരിയ, സ്മോൾ എ എന്താണ്? ഇവിടെയുള്ള ചെറിയ ഏരിയ. ഓക്കെ. അപ്പൊ ഇത് ഏത് നമ്മളിങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1 എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. കാരണം ഏത് എ ആണ് മേലെ? അപ്പൊ എളുപ്പമാണ് ആലോചിക്കാൻ. എന്താണത്? വലിയ എ ആണ് മേലെ, മേലെ വലിയ എ, താഴെ ചെറിയ എ. ഓക്കെ. ഇക്വേഷൻ എന്താക്കാം? 20 പ്രാവശ്യം പറയാം കേട്ടോ. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. ഇത് പറഞ്ഞേ, നീ പറഞ്ഞേ. ഞാൻ പറയണ്ടേ. ഈ പറയേ. വെഞ്ചുറിമീറ്റർ ഈസ് ഈക്വൽ ടു വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു വെഞ്ചുറിമീറ്ററിന്റെ സ്പീഡ്. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ബൈ റോ എ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1. റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. നമ്മൾ സ്പീഡിൽ പറയാലോ. എന്റെ കൂടെ പറയണേ. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. വെഞ്ചുറിമീറ്റർ സ്പീഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു എ സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് മൈനസ് 1. Vencerimeter speed is equal to root of 2 rho mgh divided by rho into a squared by a squared minus 1. Vencerimeter speed is equal to root of 2 rho mgh divided by rho into a squared by a squared minus 1. എന്താണ്? ഹലോ ഹലോ.
പറഞ്ഞോളി. Okay. Venturimeter speed is equal to root of 2 rho mgh divided by rho into a squared by a squared minus 1. Venturimeter speed is equal to root of 2 rho mgh divided by rho into a squared by a squared minus 1. അങ്ങനെ ശ്വാസം കിട്ടാതെ വരെ സ്പീഡിൽ പറയും. സ്പീഡില് ശ്വാസം കിട്ടാതെ വരെ പറയും. Venturimeter speed is equal to root of 2 rho mgh by rho into a square by a square minus 1. Venturimeter speed is equal to root of 2 rho mgh by rho into a square by a square minus 1. Venturimeter speed is equal to root of 2 rho mgh by rho into a square by a square minus 1. Venturimeter speed is equal to root of 2 rho mgh by rho a square by a square minus 1. Venturimeter speed is equal to root of 2 mgh by rho into a square by a square minus 1. Venturimeter speed is equal of 2 rho mgh by rho a2 by a2 by a2 by a2 minus 1. A squared by a squared minus 1. Sorry. ഇനി 5 പ്രാവശ്യം കൂടി Venturimeter speed is equal to root of 2 rho mgh by a square minus 1. Venturimeter speed is എന്താണ്? റോ പറയാൻ വിട്ടുപോയി. Venturimeter speed is equal to 2 rho mgh by rho into a square by a square minus 1. Venturimeter speed is equal to root of 2 rho mgh by rho a square by a square minus 1. ഓക്കെ, ക്ലിയർ ആയി കേട്ടോ. ഇനി ഓർമ്മ ഉണ്ടാവില്ല, ഇന്ന് പറഞ്ഞ എന്താ വെഞ്ചറിമീറ്റർ സ്പീഡ്? Venturimeter speed is equal to root of 2 rho mgh by rho into a square by a square minus 1. ഈ താഴെയുള്ള എ ആണോ മേലെയുള്ള എ ആണോ? ചെറിയ എ. താഴെയുള്ള എ. ഓക്കെ. റോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എം എന്ന് പറഞ്ഞാല് ആ ട്യൂബിലൂടെ പോണ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഈ ഇക്വേഷനും കൂടി ഒന്ന് നോക്കി. ഈ ഇക്വേഷൻ ഒരു 5 പ്രാവശ്യം പറയാലോ. V1 is equal to root of 2gh plus 2 into P minus PA by rho. V1 is equal to root of 2gh plus 2 into P minus PA by rho. V1 is equal to root of 2gh plus 2 into P minus PA by rho. V1 is equal to root of 2gh plus 2 into P minus PA by rho. V1 is equal to root of 2gh plus 2 into P minus PA by rho. ക്ലിയർ ആണോ? ചോദ്യം ചോദിക്കട്ടെ ഞാൻ? എന്നാ പറഞ്ഞു. സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഓഫ് എഫ്ലക്സിന്റെ ഇക്വേഷന് V1 is equal to root of 2gh plus 2 into P minus PA by rho. ഓക്കെ. വെഞ്ചറിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? ഏതിന്റെ? വെഞ്ചറിമീറ്റർ. Venturimeter is equal to 2 rho mgh by rho into a square by a square minus 1. വെഞ്ചറിമീറ്ററിന്റെ സ്പീഡ് ആട്ടോ പഠിച്ചത് കേട്ടോ. വെഞ്ചറിമീറ്ററിന്റെ സ്പീഡാ പഠിച്ചത്. സ്പീഡ് ഓഫ് എഫ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കിട്ടിയല്ലേ? ഇപ്പൊ ഇതുവരെ പഠിച്ചതെല്ലാം ക്ലിയർ അല്ലേ നമുക്ക്? ഇനി നമുക്ക് ബാക്കിയുള്ള പഠിക്കാം. ബാക്കിയുള്ള പറയുന്നത് എന്താണ്? ബാക്കിയുള്ള നമ്മൾ പറയണേ നമുക്ക് സ്പീഡ് മൂവ് ചെയ്യുന്ന കാര്യം തന്നെ കേട്ടോ ഇനിയും പറയുന്നത്. അപ്പൊ മൂവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? എയറോഫോയിൽ എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. എയറോഫോയിൽ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മളൊരു ബോള്, ഇതിപ്പോ എത്രമായി 4 പഠിച്ചില്ലേ? മൂവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, മൂവ് ചെയ്യുന്ന സമയത്ത് 5ാമത്തെ ആൾ കേട്ടോ. മൂവ് ചെയ്യുന്ന സമയത്ത് 5ാമത്തെ ആള്
എന്താണ് അഞ്ചാമതായിട്ട് പറയുന്നത്? ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയും. ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് കാരണമുള്ള ഫോഴ്സ് ആണ്. പ്രഷർ ഡിഫറൻസ് കാരണമുള്ള ഫോഴ്സ് ആണ് ഡൈനാമിക് ലിഫ്റ്റ്. അതായത് എന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. അപ്പൊ ആ ബോൾ ഞാൻ എന്ത് ചെയ്യാണ്? കറങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ താഴത്തുള്ള കാറ്റില്ലേ, ഇത് നോക്കിയാൽ താഴത്തുള്ള ആൾ നോക്കും. താഴത്ത് എങ്ങനെയാണ് ബോൾ കറങ്ങുന്നത്? താഴത്ത് ഇങ്ങോട്ടായിട്ടാണ് കറങ്ങുന്നത് അല്ലെ? താഴോട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പം താഴത്ത് കൂടെ ഇങ്ങനെ കാറ്റ് മുമ്പോട്ട് പോവാന്ന് വിചാരിക്കുക. അപ്പൊ ഈ കാറ്റിന്റെ സ്പീഡ് ആര് കുറയ്ക്കും? നമ്മുടെ ഈ ബോൾ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഇതിന്റെ സ്പീഡ് കുറയും. ഇവിടെയുള്ള കാറ്റ്, അങ്ങോട്ട് പോകുന്ന കാറ്റിന്റെ സ്പീഡ് കുറയും. മേലെ നോക്കിക്കഴിഞ്ഞാലോ, മേലെ എങ്ങനെ കറങ്ങുന്നത്? മേലെ ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലെ? മേലെ ഇങ്ങനെയാ കറങ്ങുന്നത്. അപ്പൊ മേലെ കൂടെ ഒരു കാറ്റ് പോവല്ലോ, ആ കാറ്റിന്റെ സ്പീഡ് എന്താ ചെയ്യുന്നത്? കൂട്ടാണ് ചെയ്യുന്നത് അല്ലെ? മേലെ കൂടെ ഈ കാറ്റ് പോകുമ്പോൾ അതേ ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറയും ഇവിടെ സ്പീഡ് എന്താണ്? കൂടും. മേലെ സ്പീഡ് കൂടും, താഴെ സ്പീഡ് കുറയും. ഞാൻ ഒന്നുകൂടി പറയാം. താഴെ എങ്ങനെയാണ് ബോൾ കറങ്ങുന്നത്? താഴെ ഇങ്ങനെയാ കറങ്ങുന്നത്. അപ്പൊ അങ്ങനെ കറങ്ങുമ്പോൾ കാറ്റ് അങ്ങോട്ട് പോകുമ്പോൾ കാറ്റിന്റെ സ്പീഡ് കുറയും. മേലെ കാറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനിലാണ് ബോൾ കറങ്ങുന്നത്. അപ്പം മേലെ എന്താവും? സ്പീഡ് കൂടും. ഓക്കെ ആണോ? ഓക്കെ. ഇനി നീ പറഞ്ഞേ, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാല് പ്രഷർ എന്താവും? കൂടും. ഓക്കെ. അപ്പൊ പ്രഷർ കൂടി. അപ്പൊ മേലെ പ്രഷർ കൂടി, താഴെ എന്തായി? പ്രഷർ കുറഞ്ഞു അല്ലെ? താഴെ വെലോസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് പ്രഷർ കുറഞ്ഞു. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ? അപ്പൊ പ്രഷർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോഴ്സ് കൂടി എന്ന അർത്ഥം. അതായത് ഇങ്ങനെ കറങ്ങുന്ന ബോളാണെങ്കിൽ ആ ബോളിന് കാറ്റ് എന്താവും? ഒരു മേലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ആ ഫോഴ്സ് നമ്മൾ പേരാണെന്ത്? മാഗ്നസ് ഇഫക്റ്റ്. ആ ഫോഴ്സ്, ഈ മേലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഇല്ലേ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നസ് എഫക്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഒരു ഫുട്ബോളർ ഇങ്ങനെ കിക്ക് ചെയ്യാണ്. ഫുട്ബോളർ ഇങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ, ബോൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ താഴത്ത് തന്നെ അടിക്കും. ചില സമയത്ത് താഴത്ത് അടിക്കുന്നത് എന്തിനാണ്? താഴത്ത് തന്നെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ബോൾ ഇങ്ങനെ കറങ്ങും. കറങ്ങിക്കഴിഞ്ഞാല് ഇതിങ്ങനെ കറങ്ങിയിട്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? അതിന് മേലോട്ടൊരു ഫോഴ്സ് എപ്പോഴും ഉണ്ട്, പെട്ടെന്ന് താഴോട്ട് വീഴില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതാണ് മേലോട്ടുള്ള ഫോഴ്സിനാണ് നമ്മൾ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സ്പിന്ന് ചെയ്യുന്ന ബോൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? മാഗ്നസ് എഫക്റ്റ്. അത് ഓർത്താൽ മതി. മാഗി ഓർത്താൽ മതി. മാഗ്നസ് എഫക്റ്റ് കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താ? നമ്മൾ എയ്റോപ്ലെയിൻ നോക്കുക. ഇതാണ് എയ്റോപ്ലെയിനിന്റെ ചിറകിന്റെ ഭാഗം. ഇതിങ്ങനെ നോക്കിക്കേ, ഇതാണ് എയ്റോപ്ലെയിൻ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു എയ്റോപ്ലെയിന്റെ ചിറകാണിത്, കണ്ടോ? കാണുന്നുണ്ടെങ്കിൽ എയ്റോപ്ലെയിന്റെ ചിറക് ഞാൻ കട്ട് ചെയ്താണ്, കണ്ടോ? എയ്റോപ്ലെയിന്റെ ചിറകിന്റെ ഈ ഭാഗം കട്ട് ചെയ്താണ്. ഓക്കെ. അപ്പൊ ആ ഭാഗം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. എന്തിനാ അങ്ങനെ ഡിസൈൻ ചെയ്തത്? നോക്കിക്കേ, മേലെ കൂടെ കാറ്റ് പോകുമ്പോൾ കാറ്റ് എന്താവും? സ്പീഡിൽ പോകും, ഒരു തടസ്സം ഇല്ലാതെ പോകും. താഴെ കൂടെ കാറ്റ് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ താഴെ കൂടെ കാറ്റ് പോകുമ്പോൾ പെട്ടെന്ന് പോകാൻ കഴിയില്ല, ഇവിടെ തടസ്സമുണ്ട്. അപ്പൊ എന്താവും? അതിന്റെ താഴത്തുള്ള വെലോസിറ്റി കുറയും. താഴത്തുള്ള വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ നേരെ മേലോട്ട് എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞാല് ഫോഴ്സ് മേലോട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ മേലോട്ടൊരു ഫോഴ്സ് പോകും. അപ്പൊ അതുകൊണ്ടാണ് എയ്റോപ്ലെയിൻ താഴെ വീഴാതെ പോകുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ താഴോട്ട് വീഴൂലേ? എയ്റോപ്ലെയിൻ താഴെ വീഴാതെ പോകുന്ന കാരണം എന്താണ്? ഇവിടെ ഈ ഡൈനാമിക് ലിഫ്റ്റ്, പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവും ഉണ്ട്. അപ്പൊ ഈ പ്രഷർ ഡിഫറൻസ് കാരണം മേലോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സ്, എയ്റോപ്ലെയിൻ ഉണ്ടാവുന്ന ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് പറയാം? എയറോ ഫോയിൽ എന്ന് പറയാം. ഈ ബോൾ സ്പിന്നെ ചെയ്യുന്ന സമയത്ത് മാഗ്നസ് എഫക്റ്റ്. എയ്റോപ്ലെയിൻ പോകുന്ന സമയത്ത് മേലോട്ടുള്ള ഫോഴ്സ് ആരാണ്? എയറോ ഫോയിൽ. ഓക്കെ ആണോ? ആറാമതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മളൊരു ടേബിളിന്റെ മേലെ കൂടെ ഒരു മരക്കഷ്ണം പോവാന്ന് വിചാരിക്കാം. ടേബിളിന്റെ മേലെ കൂടെ ഒരു മരക്കഷ്ണം പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ?
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പം അതേപോലെ ഈ മരക്കഷ്ണം കാറ്റിൽ കൂടാണ് പോകുന്നത്. കാറ്റിൽ കൂടാണ് പോകുന്നത്. കാറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ. കാറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ് അല്ലെ. ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് ആണ്. അപ്പൊ കാറ്റിൽ കൂടാണ് ഈ മരക്കഷ്ണം പോകുന്നതായിരിക്കാം. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ അഥവാ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? വിസ്കസ് ഫോഴ്സ്. ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? വിസ്കസ് ഫോഴ്സ്. നമ്മളെ സോളിഡിന്റെ കേസിൽ ഫ്രിക്ഷൻ എന്ന് പറയും അല്ലെ. ഫ്ലൂയിഡിന്റെ കേസിൽ എന്താന്ന് പറയും? വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷന്. അപ്പൊ നമ്മൾ പറയും വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് വി ഈസ് ഈക്വൽ ടു 6π ഈറ്റ എ വി. 6π ഈറ്റ എ വി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഓരോന്ന് പറയാം. 6 എന്താ നമുക്കറിയാം. പൈ എന്താണ്? പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3.14 ആണ്. അറിയോ നമുക്ക്? പൈ എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ്. 3.14 ആണെന്ന് അറിയോ? ഓക്കെ. ഇതിനെന്താ നമ്മൾ പറയാം? ഈറ്റ എന്നാ പറയാം. ETA. ഇനി ഈറ്റ എന്ന് വിളിക്കുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കും. വേണമെങ്കിൽ എന്റെ പേര് വിളിക്കാം. 6π ഷെയ്ക്ക എ വി എന്നും പറയാം. ഒരു കുഴപ്പമില്ല. ഷെയ്ക്ക എന്നാക്കി. ഇതിന്റെ പേര് ഞാൻ മാറ്റിട്ടോ. ഈറ്റ എന്ന് മാറ്റി ഞാൻ എന്താക്കി? ഷെയ്ക്ക എന്നാക്കി. അപ്പൊ നമ്മൾ പറയും 6π ഷെയ്ക്ക എ വി ആണ് വിസ്കസ് ഫോഴ്സ്. ഈ ഷെയ്ക്കക്ക് ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. എന്താ ഷെയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് വിസ്കോസിറ്റി ആണെന്ന് പറയും. ഷെയ്ക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി. ഓക്കെ. അപ്പൊ ഈ വിസ്കോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? FL/AV. അപ്പൊ നമ്മൾ പറയും ഷെയ്ക്ക ഈസ് ഈക്വൽ ടു FL/AV. ഷെയ്ക്ക ഈസ് ഈക്വൽ ടു FL/AV. എന്താണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഴത്തുള്ളിയാണ് വരുന്നത്. ആ മഴത്തുള്ളിയുടെ റേഡിയസ് ആണ് എ. ഒരു മഴത്തുള്ളിയുടെ ഇത് മഴത്തുള്ളിയാണ്. ആ മഴത്തുള്ളിയുടെ റേഡിയസ് ഇല്ലേ? റേഡിയസ് അതാണ് എ. ആ മഴത്തുള്ളി താഴോട്ട് വീഴുന്ന വെലോസിറ്റി ഇല്ലേ? ആ വെലോസിറ്റി ആണ് വി. ഹലോ, കുഴപ്പമുണ്ടോ? ഹലോ ഷെയ്ഖ. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? രണ്ട് കാര്യം പഠിക്കേണ്ടത്. വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? 6π ഈറ്റ എ വി. 6π ഈറ്റ എ വി. 6π ഈറ്റ എ വി. എന്താണ് ഈറ്റ? ഈറ്റ എന്ന് പറഞ്ഞാൽ FL/AV. ഈറ്റ എന്ന് പറഞ്ഞാൽ FL/AV. പഠിച്ചേ പെട്ടെന്ന്. പറഞ്ഞോ, പറഞ്ഞു നോക്കിയേ. വിസ്കസ് ഫോഴ്സ് എന്താണ്? 6π ഈറ്റ എ വി. വിസ്കസ് ഫോഴ്സ് എന്താണ്? 6π ഈറ്റ എ വി. ഇതിങ്ങനെ പഠിക്കില്ല നമ്മളെല്ലാരും പഠിക്കുന്ന പോലെ അല്ലെ. ആൽബർട്ട് ഐൻസ്റ്റീനും ന്യൂട്ടനൊക്കെ പഠിച്ച പോലെ. എങ്ങനെ? 20 പ്രാവശ്യം നമ്മൾ സ്പീഡിൽ പറഞ്ഞു എന്നാലേ തല നിൽക്കുള്ളൂ കേട്ടോ. എങ്ങനെ പഠിക്കല്? വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ എ വി. വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ എ വി. വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ എ വി. വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ എ വി. നമ്മൾ പഠിക്കൂട്ടോ. അവസാനം പേടിക്കണം. ഈറ്റ എന്താണ്? FL/AV. അവസാനം പഠിക്കൂട്ടോ. ഇനി 2 ഇക്വേഷൻ കൂടി ബാക്കിയുണ്ട്. അത് കൂടി കഴിഞ്ഞാൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞു. ഓക്കെ. 2 ഇക്വേഷൻ കൂടി ബാക്കിയുള്ളൂ കേട്ടോ. 2 കൂടി ഉള്ളൂ. കഴിഞ്ഞിട്ടോ. ഏഴാമത്തെ എന്താണ്? ടെർമിനൽ വെലോസിറ്റി. എന്താണ്? ടെർമിനൽ വെലോസിറ്റി. പേര് കേടിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ കാര്യം കേട്ടോ. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മഴത്തുള്ളി ഇല്ലടോ. നമ്മൾ പറഞ്ഞില്ലേ ബോള് മേലോട്ട് പോകുമ്പോൾ ബോളിന്റെ വെലോസിറ്റി എന്താവും? കുറഞ്ഞ് 0 ആവും അല്ലേ? മേലോട്ട് പോയി അവസാനം നിൽക്കൂലേ? നിൽക്കുന്ന സമയത്ത് വെലോസിറ്റി നമ്മൾ പറയും 0 ആണെന്ന് പറയും. പിന്നെ നമ്മൾ ബോൾ എന്താവും? താഴോട്ട് വീഴും. ഇപ്പൊ താഴോട്ട് വീഴുന്ന സമയത്ത് എന്താവും? വെലോസിറ്റി കൂടി വരും അല്ലെ. ആദ്യം വെലോസിറ്റി കുറച്ചേ ഉള്ളൂ, പിന്നെ വെലോസിറ്റി കൂടി, പിന്നെ വെലോസിറ്റി ഭയങ്കര കൂടി അല്ലെ. താഴത്ത് നമ്മൾ നല്ല വെലോസിറ്റിയിൽ വീഴും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അപ്പൊ താഴോട്ട് വരുമ്പോ വെലോസിറ്റി എന്താവും? കൂടും. ഹലോ, കേൾക്കണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ താഴോട്ട് വരുമ്പോ വെലോസിറ്റി കൂടിയാ വരാം. താഴോട്ട് വരുമ്പോ വെലോസിറ്റി കൂടി വരാം. പക്ഷേ എന്താ നമ്മൾ പറയുന്നത്? ഈ താഴോട്ട് വരുന്ന സമയത്ത് താഴത്ത് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യണില്ലേ? ഇത് വരുന്നത് കാറ്റിന്റെ മേലെ കൂടെ അല്ലേ. അപ്പൊ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ.
അപ്പൊ അത് കാരണം ഇതിന്റെ വെലോസിറ്റി എന്താവും, കുറയും. അങ്ങനെ കുറഞ്ഞിട്ട് ഇതെന്താവും, താഴോട്ട് പോകുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ട് മാറും. താഴോട്ട് വരുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ട് മാറും. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴോട്ട് വീഴും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടെർമിനൽ വെലോസിറ്റി, വി ടി എന്ന് വിളിക്കുന്നത്. ടെർമിനൽ വെലോസിറ്റി, താഴോട്ട് വീഴുന്ന വെലോസിറ്റിക്ക് വിളിക്കുന്ന പേരാണെന്ത്, ടെർമിനൽ വെലോസിറ്റി. അഥവാ ഒരു റെയിന് താഴോട്ട് വരുന്ന സമയത്ത് അതെന്താവും, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ വീഴും. ആ വെലോസിറ്റി വീഴുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇല്ല, മനസ്സിലായില്ല. ഓക്കെ, നമ്മള് ഒരു റെയിന് നോക്കാണ് മോളെ. റെയിന്, മഴത്തുള്ളി. മഴത്തുള്ളി നമ്മൾ താഴോട്ട് വരുമ്പോ വെലോസിറ്റി കൂടി കൂടി വരും എന്ന് പറഞ്ഞില്ലേ? താഴോട്ട് വരുമ്പോ വെലോസിറ്റി കൂടി കൂടി വരും അല്ലെ? പക്ഷേ ഞാൻ പറയുന്നത് എന്താണ്, ഇതിപ്പോ ഇത് താഴോട്ട് വരാൻ കാരണം എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ? ഗ്രാവിറ്റിയല്ലേ മഴത്തുള്ളി താഴോട്ട് വലിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചു വിസ്കസ് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക, മഴത്തുള്ളി താഴോട്ട് വരാണെങ്കിൽ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുക, മോളോട്ട്. വിസ്കസ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും, മേലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. വിസ്കസ് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. വിസ്കസ് ഫോഴ്സ് മാത്രമല്ല, വേറൊരു ഫോഴ്സും ഉണ്ട്, ബയോണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞ ഫോഴ്സും ഉണ്ട്. ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കാം, ഇത് ഫോഴ്സ് എന്താവും, ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് പറയും, ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് താഴോട്ട് പോകുന്നത് പറയും. നമ്മൾ മോഷനെ സ്ട്രെയിറ്റ് ലൈനെ, മോഷനെ പ്ലെയിനിൽ പഠിച്ചില്ലേ? ആ സമയത്ത് പഠിക്കുമ്പോൾ നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ കാര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി കൂടി 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 വരും എന്ന് പറഞ്ഞത്. പക്ഷേ സാധാരണ ഒരു ഗതിയില് പ്രാക്ടിക്കൽ സിറ്റുവേഷനില് നമ്മൾ പറയും വിസ്കസ് ഫോഴ്സ് ഉണ്ട്, കാറ്റിന് ഒരു വിസ്കോസിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വീഴുന്ന വെലോസിറ്റി എന്താവും, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ വീഴും. അതായത് മഴത്തുള്ളിതാ ഒരു മീറ്റർ നടക്കാൻ 1 സെക്കൻഡ് എടുക്കും, അടുത്തൊരു മീറ്റർ എടുക്കാനും 1 സെക്കൻഡ് എടുക്കും, അടുത്തൊരു മീറ്റർ കടക്കാനും 1 സെക്കൻഡ് എടുക്കും. അങ്ങനെ വീഴുള്ളൂ മഴത്തുള്ളി. മനസ്സിലായോ? അപ്പൊ ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത്ര പഠിച്ചാൽ മതി. കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ എന്താ പറയുക, ടെർമിനൽ വെലോസിറ്റി. ഇപ്പൊ മഴത്തുള്ളി താഴോട്ട് വീഴുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്, വി ടി ഈസ് ഈക്വൽ ടു ρ0 മൈനസ് മൾട്ടിപ്ലൈഡ് ഡിവൈഡഡ് ബൈ 9θ. ഹലോ, കേൾക്കണ്ടോ? അത് ചെറുതായിട്ട് സ്റ്റക്കായി പോയതാ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം കേട്ടോ. ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയാണ് എന്ത്, ρ0 മൈനസ് ρf മൾട്ടിപ്ലൈഡ് ബൈ 2a² g ഡിവൈഡഡ് ബൈ 9θ. vt is equal to ρ0 മൈനസ് ρ into 2a² g divided by 9θ. ഓക്കെ, അടുത്ത ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന കാര്യമാണ്. റെയ്നോൾഡ്സ് നമ്പർ എന്താ? റെയ്നോൾഡ്സ് നമ്പർ പറയുന്നത്, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. RE is equal, റെയ്നോൾഡ്സ് നമ്പറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, RE is equal to ρvd by η. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ ലെസ് ദാൻ 1000 ആണെങ്കിൽ നമ്മൾ പറയും ആ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആണ്. ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി ഫ്ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ നമ്മൾ പറയും, ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ നമ്മൾ പറയുന്നത് അത് ടെർബുലന്റ് ഫ്ലോ ആണ്, ടെർബുലന്റ് ഫ്ലോ ആണ് എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയാം എന്താ ടെർബുലന്റ് ഫ്ലോ, എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, എന്റെ കയ്യിൽ എന്തുണ്ട്, എന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു സിഗരറ്റ് ഉണ്ട്. ആ സിഗരറ്റ് ഞാൻ കത്തിച്ച്, സിഗരറ്റ് ഞാൻ കത്തിച്ച്. സിഗരറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ ആദ്യം പോകുന്ന പുക എങ്ങനെയായിരിക്കും, നേരെ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതെ നല്ല സ്റ്റഡി ആയിട്ട് സ്കൂൾ അസംബ്ലി പോകുന്ന പോലെ പോകും. പിന്നെന്താ അത്, പിന്നെ കച്ചറായി അടിപിടിയായി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഒക്കെ ചെയ്ത് എല്ലാവരും ക്രോസ് ചെയ്ത് പോകും അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഫ്ലോ ഇല്ലേ, ആ ഫ്ലോക്ക് വിളിക്കുന്ന പേരാണ് സ്റ്റഡി അല്ലെ? സ്റ്റഡി ആയിട്ട് അസംബ്ലി ലൈനിൽ പോകുന്നതാണ് സ്റ്റഡി ഫ്ലോ. അതിനുശേഷം ഇവിടെയുള്ള ഫ്ലോ
ഇവിടെയുള്ള ഫ്ലോക്ക് നമ്മൾ വിളിക്കുന്നതാണ് ടെർബുലന്റ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് ഏത് ഫ്ലോ ആണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു ഫ്ലൂയിഡ് ഇങ്ങനെയാണോ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ എങ്ങനെ കഴിയുന്നത്? നമ്മൾ എങ്ങനെ നോക്കാം? റോ വി ഡി ബൈ ഈറ്റ എത്രയാന്ന് നോക്കും. എത്രയാന്ന് നോക്കും. ആ നമ്പർ ലെസ് ദാൻ 1000 ആണെങ്കിൽ നമ്മൾ പറയും അതെന്ത് ഫ്ലോ ആണ്? സ്റ്റഡി ഫ്ലോ ആണ്. ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ഫ്ലോ എന്താണ്? ടെർബുലന്റ് ഫ്ലോ ആണ്, കച്ചറ കൂടിയിട്ടുള്ള ഫ്ലോ ആണ്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രാവശ്യം നമ്മളെ ചോദിച്ചത് ഈ ഇക്വേഷൻ എഴുതാനാണ്, ഇക്വേഷൻ കണ്ടെത്താനൊന്നല്ല. നമുക്കൊരു 4 ഓപ്ഷൻ തന്നെ. റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ ഏതാണ്? ഒരു ഇക്വേഷന് 2 റോ വി ഡി ബൈ ഈറ്റ, ഒരു ഇക്വേഷന് റോ വി ഡി ബൈ 2 ഈറ്റ, അങ്ങനെ 4 തന്നു. അപ്പൊ അതിന് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ഇക്വേഷൻ ഏതാണ് റോ വി ഡി ബൈ ഈറ്റ എന്ന് എഴുതിയാൽ മതി. കുഴപ്പമുണ്ടോ? ഓക്കെ. അപ്പം വേറൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച് ടെർമിനൽ വെലോസിറ്റി വെച്ച് എക്സാമിന് ചോദിച്ച് വിസ്കോസിറ്റി കണ്ടെത്താനാണ്. വിസ്കോസിറ്റി കണ്ടെത്താൻ ഒരു കോപ്പർ ബോൾ ഉണ്ടായിരുന്നു. ആ കോപ്പർ ബോളിന്റെ റേഡിയസ് തന്ന്, ഈ റോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? ഇതിന്റെ ഈ ഏത് ബോളാണോ പോകുന്നത് ആ ബോളിന്റെ ഡെൻസിറ്റിയാണ് റോ സീറോ കേട്ടോ. ഏത് ഫ്ലൂയിഡ് കൂടാണ് ആ ബോൾ പോകുന്നത് ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ് റോ എഫ്. ഈ റേഡിയസ് ഇല്ലേ, ഈ റേഡിയസ് ആണ് എ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഒരു പ്രാവശ്യം അവര് പറഞ്ഞത് അവരെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ താഴത്തേക്ക് പോകുന്ന ടെർമിനൽ വെലോസിറ്റി നമുക്ക് ഈ കോപ്പർ ബോളിന്റെ ഡെൻസിറ്റി നമുക്ക് പറഞ്ഞു തന്നു. ഈ ഫ്ലൂയിഡ് ഓയിലാണ് പറഞ്ഞു, ആ ഓയിലിന്റെ ഡെൻസിറ്റി നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ കോപ്പർ ബോളിന്റെ റേഡിയസും തന്നു. എന്നിട്ട് നമ്മളെ ചോദിച്ച് വിസ്കോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു. വിസ്കോസിറ്റി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ടെർമിനൽ വെലോസിറ്റി താഴത്ത് കൊണ്ടുപോവാ, വിസ്കോസിറ്റി മേലോട്ട് കൊണ്ടുപോവാ. ആ സാധനം തന്ന ആൾക്കാർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നു കഴിഞ്ഞാല്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇതോടെ എന്തായി? ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞെന്ന് പറയാം. ഇനി പറയാനുള്ളത് ഒരു 2-3 ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻസ് ആണല്ലോ കേട്ടോ. അത് നമുക്ക് നാളെ പഠിക്കാം. ഇപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? ഫ്ലൂയിഡ് മൂവ് ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, കുഴപ്പമുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുതൽ പഠിക്കാം. നമ്മൾ ഫസ്റ്റ് മുതൽ പഠിച്ച ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? ഇത് പഠിച്ചൊക്കെ ഓർമ്മയല്ലേ? അത് പറയണ്ടല്ലോ. അപ്പൊ ഞാൻ മറ്റേത് നോക്കാം. ഫ്ലൂയിഡ് ഒരു ബോൾ സ്പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഡൈനാമിക് ലിഫ്റ്റിന് അവിടെയുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ പറയും മേലോട്ടൊരു ഫോഴ്സ് ഉണ്ടാന്ന് പറയും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? മാഗ്നസ് എഫക്ട്. MAG, മാഗി ആലോചിക്കുക അല്ലെ. MAGNUSEFFECT, മാഗ്നസ് എഫക്ട്. ഓർക്കൂലേ? പ്ലെയിനിന്റെ കേസിലാണെങ്കിലോ എയർക്രാഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പറയും എയ്റോപ്ലെയിന്. അതിന്റെ കേസിൽ എന്താണ്? എയ്റോ ഫോയിൽ ആണുള്ളത്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കുക. ഏതാണ്? വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? 6π∗AV. അതൊന്ന് പറഞ്ഞ 20 പ്രാവശ്യം പറഞ്ഞേ. വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? 6π∗AV. 20 പ്രാവശ്യം പറഞ്ഞ മോളെ. Viscous force is equal to 6π. Viscous force is equal to 6π∗AV. Viscous force is equal to 6π∗AV. Viscous force is equal to eta AV. 6π∗AV. Viscous force is equal to 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 6π∗AV. അങ്ങനെ പറയും. ഓക്കെ, കിട്ടിയോ? ഞാൻ ചോദിച്ചത് വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? Viscous force is equal to 6π∗AV. ഓക്കെ, നമുക്ക് ഈറ്റ അവിടെ നിൽക്കട്ടെ. ഈറ്റയ്ക്ക് ഒറ്റക്ക് പഠിച്ചോ. ഞാൻ ടെർമിനൽ വെലോസിന്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ടെർമിനൽ വെലോസിന്റെ ഇക്വേഷൻ പഠിച്ച് റോ സീറോ മൈനസ് റോ എഫ്. റോ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ബോളാണോ അല്ലെങ്കിൽ ഏത് വാട്ടർ ആണെങ്കിൽ വാട്ടർ ഡ്രോപ്പ് ആണെങ്കിലൊക്കെ എന്താണ്? ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും അല്ലെ.
അതിന്റെ റേഡിയസ് ആണ് ആര് എ. ഓക്കെ, ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ് റോ എഫ്, ആ ബോളിന്റെ ഡെൻസിറ്റി ആണ് റോ സീറോ അല്ലേ. ബോൾ എങ്ങനെയാണുള്ളത് ഇങ്ങനെയുള്ളത് സീറോ ഷേപ്പിലാണുള്ളത്. അപ്പൊ അതിന്റെ ഡെൻസിറ്റി എന്താണ് റോ സീറോ. ഫ്ലൂയിഡ് എങ്ങനെയാണുള്ളത് എഫ് ഷേപ്പിലല്ലേ, ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്താണുള്ളത് എഫ് ഷേപ്പിൽ, അപ്പൊ അത് റോ എഫ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറയും റോ സീറോ മൈനസ് റോ എഫ് മൾട്ടിപ്ലൈഡ് ബൈ 2a²g. എ എന്താണ്, ഈ ബോളിന്റെ റേഡിയസ് ആണ് എ. ഓക്കെ, എന്നാ നമുക്ക് വായിക്കാൻ 20 പ്രാവശ്യം വായിച്ചാൽ മോളെ ഇത് പെട്ടെന്ന് പഠിച്ച്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. വി ടി ടെർമിനൽ വെലോസിറ്റി വി ടി ഈസ് ഈക്വൽ ടു റോ സീറോ മൈനസ് റോ എഫ് റോ സീറോ മൈനസ് റോ എഫ് ഇൻറ്റു 2a²g ഡിവൈഡ് ബൈ 9η. terminal velocity Vt is equal to rho 0 minus rho f into 2a²g divided by 9η. Terminal velocity Vt is equal to rho 0 minus rho f into 2a²g divided by 9η. Terminal velocity Vt is equal to rho 0 minus rho f into 2a²g divided by 9η. Terminal velocity Vt is equal to rho 0 minus rho f into 2a²g divided by 9η. Terminal velocity Vt is equal to rho 0 minus rho f into 2a²g divided by 9η. അങ്ങനെ പറയാം, ഞങ്ങൾക്ക് സ്കൂളിൽ പറയാം. Vt is equal to rho g minus rho f into 2a² g by 9η. റോ സീറോ മൈനസ് റോ എഫ്, റോ സീറോ മൈനസ് റോ എഫ്, റോ സീറോ ആണ്. റോ നോക്കി വായിച്ചാൽ നോക്കിയിട്ട് 10 പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞേ, നോക്കിയിട്ട് 10 പ്രാവശ്യം സ്പീഡിൽ, നമുക്ക് കഴിയാത്ര സ്പീഡിൽ പറ. ഒരു ഗെയിം ആയിട്ട് എടുക്കുക. സ്പീഡിൽ പറയും 10 പ്രാവശ്യം സ്പീഡിൽ. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. T equal to rho 0 minus rho f into 2a² g by 9. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കാം കേട്ടോ. ഒന്ന് പറഞ്ഞേ, വി ടി ഈസ് ഈക്വൽ ടു Vt is equal to rho 0 minus rho f into 2a² g by 9η. അപ്പൊ അതാണ് ടെർമിനൽ വെലോസിറ്റി. വി ടി എന്ന് പറഞ്ഞാല് ടെർമിനൽ വെലോസിറ്റി ആണ് അല്ലെ. വി ടി എന്ന് പറഞ്ഞാല് ടെർമിനൽ വെലോസിറ്റി ആണ്. വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? Viscous force equation is 6π∗AV. വിസ്കസ് ഫോഴ്സ് 6π∗AV പറഞ്ഞേ. 6π∗AV. Viscous force is മറ്റേത് പറഞ്ഞേ. AV. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി Vt is equal to V0 minus Vf into 2a² g by 9η. മാഷാ അല്ലാഹ്. പക്ഷെ V0 അല്ല, റോ സീറോ ആണ്. ഇത് 5 പ്രാവശ്യം പറഞ്ഞു. രണ്ടും 5 പ്രാവശ്യം പറഞ്ഞു. ആദ്യം ഇത് പറഞ്ഞു, 5 പ്രാവശ്യം പറഞ്ഞു. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. Vt is equal to rho 0 minus rho f into 2a² g by 9η. ഓക്കെ, മതി. വിസ്കസ് ഫോഴ്സ് പറഞ്ഞേ, 5 പ്രാവശ്യം. Viscous force is equal to 6π∗AV. Viscous force is equal to 6π∗AV. Viscous force is equal to 6π∗AV.
Viscous force is equal to 6 pi eta AB. Viscous force is equal to 6 eta AB. Viscous force is equal to മതി മതി. അപ്പൊ നമ്മള് ബാക്കിയുള്ള രണ്ട് കാര്യം ഈ പഠിക്കുന്നു വിചാരിക്കുക കേട്ടോ. ഏതൊക്കെയാണത്? വിസ്കോസിന്റെ FL by AD എന്ന് പറയുന്ന ഇക്വേഷനും റെനോൾഡ്സ് നമ്പർ റോ വി ഡി ബൈ ഈറ്റ എന്ന് പറഞ്ഞ നമ്പർ 1000 താഴെ ആണെങ്കിൽ സ്റ്റഡി ഫ്ലോ, 2000 മേലെ ആണെങ്കിൽ ടെർബുലന്റ് ഫ്ലോ. ഓക്കെ ആണോ? ഓക്കെ, അത് നീ പഠിക്കുന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്ക്. നമ്മൾ കുറെ പഠിച്ചില്ലേ? ചാപ്റ്ററിന്റെ 60-70% നമ്മൾ പഠിച്ചിട്ടോ. ഇനി ആകെ 30% ഉള്ളൂ. അത് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അതുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞെന്ന് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിക്കേ, എന്താ നമ്മൾ പഠിച്ചത്? താഴത്തെ പ്രഷർ P is equal to P0 plus HROG. P is equal to P0 plus HROG. P is equal to P0 plus HROG. പറഞ്ഞേ. P is equal to P0 plus HROG. ഓക്കെ. ഹൈഡ്രോലിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? F1 by A1. F1 by A1 is equal to F2 by A2. Equation of continuity എന്താണ്? Equation of continuity A1 V1 is equal to A2 V2. ഓക്കെ. ബെർണോളിസ് ഇക്വേഷൻ എന്താണ്? P plus rho GH plus rho V square by 2. ഓക്കെ, നല്ല തന്നെ. സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓർമ്മ ഉണ്ടോ? ശ്രമിച്ചോക്ക്. V1 is equal to root of 2GH plus 2 into P minus PA by rho. മാഷാഅല്ലാഹ്, എനിക്ക് കിട്ടൂലേ? എനിക്ക് അങ്ങനെയാണെങ്കിൽ വെഞ്ചറിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? Vencerimeter equation V1 is equal to root of 2 rho mgh by rho a square by a square minus 1. സ്മോൾ ഏതാണ് അതില്? താഴത്താണോ മേലാണോ? സ്മോൾ താഴെയുള്ളത്. ഓക്കെ, അതൊക്കെ ശരിയായി അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച് റെസ്റ്റിലുള്ള കാര്യം പഠിച്ചു. 3 കാര്യം. മൂവ് ചെയ്യുന്ന സമയത്ത് 4 ഇക്വേഷൻ പഠിച്ച്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ബെർണോളിസ് ഇക്വേഷൻ, സ്പീഡ് ഓഫ് എഫ്ലക്സ്, വെഞ്ചറിമീറ്റർ. സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്താണ്? ബാത്റൂമിലെ ബക്കറ്റ് ആലോചിച്ചാൽ മതി. ബാത്റൂമിലെ ബക്കറ്റിൽ ഒരു ഓട്ടം ഉണ്ടാക്കി, ആ ഓട്ടയിൽ കൂടെ പോകുന്ന സ്പീഡാണ് സ്പീഡ് ഓഫ് എഫ്ലക്സ്. കുഴപ്പമില്ലല്ലോ. വെഞ്ചറിമീറ്റർ എന്താണ്? ഒരു ഫ്ലൂയിഡിന്റെ സ്പീഡ് കണ്ടെത്താനുള്ളതാണ് വെഞ്ചറിമീറ്റർ. ഒരു ഫ്ലൂയിഡ് പോകുന്ന സ്പീഡാണ് വെഞ്ചറിമീറ്റർ നമുക്ക് കണ്ടെത്തി തരുന്നത്. ഇതിൽ റോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്യൂബിലുള്ള ഡെൻസിറ്റിയാണ് റോ എം. നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയാണ് റോ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ്. ചെറിയ ഏരിയ സ്മോൾ എ, വലിയ ഏരിയ ക്യാപിറ്റൽ എ. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? ഡൈനാമിക് ലിഫ്റ്റ്. ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. 2 ടൈപ്പ് ഡൈനാമിക് ലിഫ്റ്റ് ഉണ്ട്. ഒരു ബോൾ സ്പിന്ന് ചെയ്യുന്ന സമയത്ത് മേലോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ മാഗ്നസ് എഫക്ട് എന്ന് വിളിച്ച്. ഒരു എയ്റോപ്ലെയിന് പോകുന്ന എയ്റോപ്ലെയിൻ താഴോട്ട് വികാതെക്കാൻ കാരണം എന്താണ്? താഴോട്ട് വികാതെക്കാൻ മേലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്താണെന്ന് വിളിക്കുന്നത്? എയറോഫോയിൽ. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സാധാരണ ഒരു മരക്കഷ്ണം ടേബിളിന്റെ മേലെ കൂടെ പോകുമ്പോൾ ഫ്രിക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതേപോലെ മരക്കഷ്ണം കാറ്റിൽ കൂടെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? 6 pi eta AV. ആ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? 6 pi eta AV. പിന്നെ നമ്മൾ പഠിച്ച ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഴ താഴോട്ട് വരുന്ന സമയത്ത് അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് താഴോട്ട് വരുന്നത്. കാരണം വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നത് കാരണം കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ വീഴും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? Vt is equal to rho 0 minus rho f I eta. ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ കേട്ടില്ല. റോ 0 മൈനസ് റോ എഫ് ഇൻറ്റു Vt rho 0 minus rho f into 2 a square v by 9 eta. മാഷാഅല്ലാഹ്, നല്ല പഠിച്ചിട്ടോ. നമ്മള് റെനോൾഡ്സ് നമ്പർ അവസാനം പറഞ്ഞു. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. 8 കാര്യങ്ങളാണ് ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത്. 3 കാര്യങ്ങളാണ് ഫ്ലൂയിഡ് റെസ്റ്റിലുള്ള കാര്യം പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ്. അത് നാളെ പഠിക്കും. അത് ഇനി കുറച്ചേ ഉള്ളൂ, 20% ഇട്ടേ ഉള്ളൂ.
ഓക്കെ, അതിൽ മൂന്നെട്ട് ഇക്വേഷനുള്ളൂ, 3-4 ഇക്വേഷനുള്ളൂ. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഇനി ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ച ഈ നോട്ട് ഫോട്ടോ എടുത്ത് ഞാൻ അയക്കാം. അപ്പൊ ഈ ഇക്വേഷനും ബാക്കിയുള്ള ഇക്വേഷനൊക്കെ പഠിക്കണം. അപ്പൊ നാളെ വരുമ്പോ ഞാൻ ഇക്വേഷനൊക്കെ ചോദിക്കും. അപ്പം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനായിട്ട് അരമണിക്കൂർ എല്ലാം ഒന്ന് 20 പ്രാവശ്യം വായിച്ചു, 20 പ്രാവശ്യം കാണാപ്പാടം പറഞ്ഞു നോക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഫോട്ടോ അയക്കാം കേട്ടോ. ശരിയാ, ശരി വെച്ചോ, ശരി.